ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ചക്കക്കുരു ഉപ്പേരിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. മുൻപൊക്കെ ചക്കക്കുരു ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വെള്ള തോല് കളഞ്ഞ് അതിന് താഴെയുള്ള ബ്രൗൺ തോലും കളഞ്ഞ് നല്ല വെളിവെള്ളയെ എന്നാക്കിയ ശേഷം ഉപ്പേരി വെക്കുമായിരുന്നു. ഇപ്പോൾ കഥയെല്ലാം മാറി. അമ്മ പറഞ്ഞു തന്നൊരു ട്രിക്കാണിത്. ഉള്ളി ചതിക്കുന്ന കല്ലെടുത്തൊരു കുത്തു കൊടുത്താൽ അതിൻ്റെ വെള്ളത്തോലെടുക്കാൻ എളുപ്പമാവും. ചക്കക്കുരുവിന് നനവുണ്ടെങ്കിൽ വഴുക്കി പോവുകയെ. തോല് കളഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കക്കുരുവാണിത്. ഇത് മുറിച്ച് നമുക്ക് വെള്ളം നിറച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പാത്രമൊക്കെ വെള്ളം എടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസായിട്ട് ചക്കക്കുരു മുറിച്ച ശേഷം ഇട്ട് കൊടുക്കാം. നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയതാണ് ചക്ക. ചക്ക മാത്രമല്ല, ചക്കക്കുരുവിനുമുണ്ട് ഗുണങ്ങളേറെ. ചക്കക്കുരുവിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം, മാഗ്നീഷ്യം, കാൽഷ്യം, പ്രോട്ടീൻ, അയൺ, അങ്ങനെ പോഷക സമൃദ്ധമാണ് ചക്കക്കുരു. ചക്കക്കുരു എല്ലാം മുറിച്ച് കഴിഞ്ഞ ശേഷം നല്ലപോലെ കഴുകണം. അതിൽ ആ പാല് പോലുള്ള വെള്ളമെല്ലാം മാറി നല്ല ക്ലിയർ വെള്ളം ആവണം. അതുവരെ ചക്കക്കുരു കഴുകാം. അപ്പോൾ അതിലുള്ള തോലും കുറച്ചൊക്കെ പോയി കിട്ടും. ഇനി നമുക്കിതിനെ എടുത്ത് കുക്കറിലേക്ക് ഇടാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ചക്കക്കുരു പെട്ടെന്ന് വേവുന്നതാണ്. അതുകൊണ്ട് ഒരു വിസിലൊക്കെ വെച്ചാൽ മതി. കുക്കറിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുത്ത ശേഷം 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വയ്ക്കാം. ഒരു വിസിലിന് ശേഷം നമുക്ക് ഇറക്കാം. ചക്കക്കുരു വെന്ത ശേഷം നമുക്കതിനെ ഒന്ന് താളിക്കണം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും കറിവേപ്പിലയും ഒരു 8 or 10 ചെറിയുള്ളി നൈസായി അരിഞ്ഞത് ഇട്ട് ചുവക്കെ വഴറ്റിയെടുക്കുക. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ചക്കക്കുരു ഇട്ട് ഒന്ന് ഇളക്കാം. ഒരല്പം വെള്ളം ഉണ്ടാവുന്നത് നല്ലതാണ്. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കാതെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചക്ക സീസൺ ആണല്ലോ. ആരും ചക്കക്കുരു കളയരുത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.